സുഹൃത്തുക്കളെ, നമ്മുടെ ഭാരതത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്. പല ആളുകൾക്കും തൊഴിലില്ലാത്തതുകൊണ്ട് ഇതൊരു തൊഴിലാക്കി നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്വർണത്തിനൊക്കെ വളരെയധികം വില കൂടിയത് കൊണ്ട് തന്നെ സ്വർണം 2-3 പവൻ കഴുത്തിലിട്ട് നടന്നു കഴിഞ്ഞാൽ അത് കയ്യിലാക്കി കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 3-4 ലക്ഷം രൂപ കിട്ടുന്നുള്ള വിശ്വാസം കൊണ്ട് പിന്നെ ഒരു 2 കൊല്ലത്തേക്ക് പണിയെടുക്കുന്ന എന്നുള്ള ലെവലിൽ ഇവരെന്ത് ചെയ്യുന്ന ഇങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങുന്ന ചില ഭാരതീയർ. അങ്ങനെ നോക്കൂ, ഒരു വ്യക്തി വന്നിട്ട് ഒരു കുട്ടീൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. എന്നിട്ട് ആ കുട്ടിയോട് സംസാരിച്ചിട്ട് പതിയെ കഴുത്തുനിന്ന് എന്തോ വെച്ച് മുറിച്ച് ആ സ്വർണ്ണം എടുക്കുന്നു. ആ കുട്ടി പോയിട്ട് നേരെ ഒരു ഭാരതീയ പെണ്ണിനോട് പറയുന്നു, ഇങ്ങനെ ആ വ്യക്തി എൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റി ആ ചേച്ചിന്ന്. അങ്ങനെ ആളുകളെല്ലാം കൂടി ആ പെണ്ണ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ ഈ നെഞ്ഞിനുള്ളിൽ പുള്ളി കുറച്ച് കടലാസ് തിരികെ വെച്ചിരിക്കുക, നമ്മുടെ ജാസിയെ പോലെ. അങ്ങനെ ആ കടലാസ് പുറത്തേക്കെടുത്ത് നോക്കിയപ്പോൾ തലയത്തെ മുടിയും മാറ്റിയപ്പോൾ അതൊരാണായിരുന്നു. എന്തെല്ലാം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഭാരതീയർ സ്വർണ്ണങ്ങൾ അടിച്ചു മാറ്റുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന് നാണക്കേടാണ്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണം പറയാം. ഒന്ന്, സ്വർണത്തിന് വില കൂടിയ ഒരു കാരണം. ലോകത്ത് മൊത്തം സ്വർണത്തിന് വില കൂടുതലാണ്, അത് വേറെ വിഷയം. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഒരു പവൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും 1,14,000 രൂപയോളം കൊടുക്കണം. ഒന്നാലോചിച്ച് നോക്ക്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ. എവിടെ നോക്കിയാലും തൊഴിലില്ല, എവിടെ നോക്കിയാലും വില കയറ്റും. എന്താ ചെയ്യുക? ഭാരതീയർക്ക് നിവൃത്തിയില്ല, ജീവിക്കാൻ വഴിയില്ല. അപ്പം എന്ത് ചെയ്യുന്നു? ഇതുപോലെ വേഷം മാറി കക്കാനിറങ്ങുന്നു. ഇതിന് തീർച്ചയായിട്ടും ഒരു അരുതി വരണമെങ്കിൽ ശക്തമായിട്ടുള്ള നിയമങ്ങൾ 100% വേണം. ഇപ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, അത് നമ്മൾ വളരെയധികം അംഗീകരിക്കുന്നൊരു സംഭവമാണ്. പക്ഷെ അതിൽ നിൽക്കരുത്. കാരണം ഓരോ പ്രതിക്കും തലയ്ക്ക് 20-30 കേസുകൾ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്കീലന്മാർക്ക് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ശമ്പളം വേണമെങ്കിൽ ഓരോ പ്രതിക്കും 20-30 കേസ് തലയ്ക്കുണ്ടാകും. അപ്പോൾ അവർ മാസം പല സ്ഥലത്തുനിന്ന് പോയിട്ട് കട്ടിട്ട് ഇവർക്ക് ഫീസ് അടയ്ക്കും. അതുവഴിക്ക് ഇവർക്ക് എന്ത് ചെയ്യും? കേസ് ഇവർക്ക് തള്ളിക്കൊണ്ടുപോയി മുന്നോട്ട് പോകാൻ പറ്റും. വീണ്ടും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരട്ടെ, ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കട്ടെ. ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഭരിക്കുന്ന ആര് തന്നെയായാലും വളരെ ശക്തമായിട്ട് നടപടി എടുക്കാനുള്ള ഒരു ഹെൽത്തുള്ള ഒരു ഗവൺമെൻറ് തന്നെയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഞാനും അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഭാരതീയർ നമ്മുടെ നാടിന് നാണക്കേടാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വരരുത്. പ്രത്യേകിച്ച് ഈ സ്ത്രീകളോട് പറയാനുള്ളത്, കുട്ടികളോടും പറയാനുള്ളത്, ഒരിക്കലും സ്വർണ്ണങ്ങൾ ഇട്ടിട്ട് പുറത്തേക്ക് പോകരുത്. അത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. കാരണം സ്വർണ്ണത്തിന് ഇന്ന് അത്രമാത്രം വില കൂടുതലാണ്. നിങ്ങൾ 2 പവൻ കഴുത്തിലിടും, നിങ്ങളെ സംബന്ധിച്ചോളം അത് 2 പവനായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചോളം അത് 3 ലക്ഷം രൂപയാണ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയാണ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു എമൗണ്ടാണ്. പല രീതിയിലും തോന്നിവാസത്തിനും ജീവിക്കാൻ അവർക്കത് മതി. അപ്പോൾ ശ്രദ്ധിക്കുക.